ഇന്ന് ഹോസ്പിറ്റലിൽ വന്നിട്ട് രണ്ടാമത്തെ ദിവസമായിട്ടാ. എൻ്റെ പൊന്നെ എന്തെന്നറിയോ, എനിക്കിന്ന് രാവിലെ എണീച്ച പിന്നെ കരച്ചിലോടെ കരച്ചിൽ. പനിയാ. 102, 103, 104 ഇങ്ങനെ തന്നെ പോന്നിട്ടാ. രാവിലെ നോക്കുമ്പോൾ 103 ഉണ്ടായിരുന്നു. പിന്നെ ഒരു 2 മണിക്കൂർ കഴിഞ്ഞ് നോക്കുമ്പോൾ 102ആയി. ടാബ്ലറ്റ് വെച്ചിട്ടും പനി എങ്ങനെയും കുറവാകുന്നില്ല കേട്ടോ. കുറച്ച് നേരം മാമാൻ്റെയൊക്കെ പോയി, അതുകൊണ്ട് സമാധാനം. പിന്നെ മാമ ഷോൾഡറിലിട്ടിട്ട് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന്. പിന്നെ പമ്പസ് ഒന്നും ഇടണ്ടെന്ന് പറഞ്ഞു. ഒന്നാമത് ലൂസ് മോഷൻ സ്റ്റാർട്ടായിട്ടുണ്ട്. സോ ഭയങ്കരമായിട്ട് പ്രോബ്ലം. ഇപ്പോൾ പനി എനിക്ക് 103 രാവിലെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് നേരം ഉമ്മ തട്ടിയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല. ഇല്ലെങ്കിൽ ഇങ്ങനെ കുരുത്തക്കെട്ട് കളിച്ചിട്ടും എനിക്ക് മതിയാകുന്നില്ല. എന്തെല്ലോ കളിക്കും. ഇന്ന് മുണ്ടാതെ നിൽക്കുന്നുണ്ടായിരുന്നു. ഇന്ന് കുറച്ച് രാത്രിയും കുറച്ച് നേരം കളിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് അതും ഇല്ല. രാവിലെ തുടങ്ങി കരഞ്ഞ്. അപ്പോഴത്തേക്ക് ഡോക്ടർ വന്നിട്ടാ. രാവിലെ 8-8:30 ആകുമ്പോഴത്തേക്ക് ഡോക്ടർ വരും. അപ്പോഴത്തേക്ക് എന്താ പറയുക, ഡോക്ടർ നോക്കിയിട്ട് അപ്പോഴത്തേക്ക് നല്ല പനി ഉണ്ടായിരുന്നു. പിന്നെ പറഞ്ഞ് CRP കുറഞ്ഞിട്ടുണ്ട്, ഇനി നമുക്ക് എന്ത് പറയില്ലേ 24 hours ഉള്ളിൽ പനി വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പോവാമെന്ന് പറഞ്ഞു. ഇവിടെ പനി വരാതിരിക്കാൻ നല്ലോണം പനി. അതുവരെ അവർ പനിക്കൊന്നും ടാബ്ലറ്റ് മരുന്ന് അതൊന്നും തന്നിട്ട് ജസ്റ്റ് ടാബ്ലറ്റ് വെക്കുന്നുണ്ടായിന്. ഇതൊന്നും എന്താ പറയുക, മരുന്നൊന്നും തരുന്നുണ്ടായിട്ടാ. ടാബ്ലറ്റ് വെക്കും, 1 മണിക്കൂർ കഴിഞ്ഞിട്ട് പിന്നെയും പനി, പിന്നെ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് പിന്നെയും ടാബ്ലറ്റ് വെക്കും. ഇതന്നെ ടാബ്ലറ്റ് മാത്രം വെക്കുന്നുണ്ടായിട്ടാ. എന്നാലും പനി കുറവാകുന്നുണ്ടായിട്ടാ. പിന്നെ എന്താ പറയല്ലേ, ഇന്നത്തെ അപ്പം ഉറപ്പായി ഇന്ന് പോകാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു. പനി എങ്ങനെ കുറയുന്നില്ല എന്ന്. പക്ഷേ ബെഡിലേക്ക് അടുക്കൊന്നുമില്ല, എണിക്കൊന്നുമില്ല, ഇങ്ങനെ തട്ടിയിട്ട് തന്നെ ഇരിക്കാനോട്ടാ. പക്ഷെ നമുക്ക് തട്ടാകുന്നില്ല. എനിക്കിങ്ങനെ പൊള്ളുന്നുണ്ടായിനി. ഞാൻ പറയുന്നുണ്ടായിനി ഒരു ചണ്ടി തുണി ഉണങ്ങാനിട്ടെങ്കിൽ അങ്ങനെ തന്നെ ഉണങ്ങിപ്പോകും. അങ്ങനെ പൊള്ളുന്നുണ്ടായിനി കേട്ടാ. അപ്പോഴത്തേക്ക് സിസ്റ്റർ വന്നിട്ട് പറഞ്ഞ് എന്താ പറഞ്ഞാൽ അവർ ചണ്ടി തുണിയാക്കിയിട്ട് ഇങ്ങനെ ഇട്ട് വെക്കുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉമ്മ ആക്കിയതിന് കേട്ടാ. ഇത്രയെല്ലാം ഇവിടെ യുദ്ധം നടക്കുന്നില്ല, ഇത് കരഞ്ഞിട്ട് പഠിച്ചോനെ. അപ്പോഴത്തേക്ക് ഇത്രയെല്ലാം നടക്കുമ്പോഴത്തേക്കുണ്ടല്ലോ സൈഡിലൊരു പെണ്ണ് സ്നാപ്പ് എടുത്ത് കളിക്കുന്നത് കണ്ട. ഓള് കുത്തിക്കട് ഏത് മൂഡ് എന്താ പറയാ. ഓള് ആടെ സൈഡിൽ നിന്നിട്ട് സ്നാപ്പ് എടുത്തിട്ട് ഓള് കളിക്കുന്നുണ്ടായിന്. അപ്പോഴത്തേക്ക് ഉമ്മ പോവാൻ നിൽക്കുന്നില്ല ഇതേട്ടാ. ഉച്ചത്തിൻ്റെ ചോറ് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് ഉമ്മ പോവാൻ നിൽക്കുന്നില്ല. അപ്പോഴത്തേക്ക് അതിനും ഞാൻ പറഞ്ഞു താഴെ ഇറങ്ങുന്ന പോലും ഇല്ല കേട്ടാ. രാവിലത്തെ ഫുഡ് കഴിച്ചിട്ടും ഇല്ല ഞാൻ. എന്നെ ഇറങ്ങാനും വിടുന്നില്ല. നീ ഇവിടെ ഇരിക്കുക, നീ അങ്ങോട്ട് ബെഡിൽ നിന്ന് താഴേക്കല്ല, നീ ഇവിടെ തന്നെ ഇരിക്കുന്ന പറഞ്ഞിട്ട് എന്ത് കണ്ടാലും കരച്ചില്. ജസ്റ്റ് തൊട്ടാലും കരച്ചില്. ചെമ്മുബാന്ന് പറഞ്ഞതിന് അതിനും കരച്ചില്ല. ഞാൻ കണ്ണ് തുടച്ചതിന് അതിനും കരച്ചില്. എബ് എന്താ പറയല്. എനിക്കുണ്ടല്ലോ ശരിക്കും മിസ്സായത് എൻ്റെ ഇക്കാൻ കേട്ടാ. എന്തെന്നറിയില്ല, എനിക്ക് ഭയങ്കരമായിട്ട് മിസ്സാകുന്നുണ്ടായിന്. ഈ സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കുണ്ടല്ല കഴിഞ്ഞതിൽ അഡ്മിറ്റ് ആക്കുമ്പോൾ ഇക്കുണ്ടായിന്. എനിക്ക് അറിഞ്ഞിട്ടേ ഇല്ല കേട്ടോ. ഞാൻ ഒറ്റ ഉറങ്ങൽ. എനിക്ക് കഴിയുന്നില്ല, നല്ലപോലെ പനിയും. അപ്പം തക്കാളി പനി വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അമ്മിൻ്റെ ഉറങ്ങുന്നുണ്ടായിരുന്നു. പിന്നെന്താ പറയുക, എനിക്ക് അതിനെ നോക്കണ്ടേ വേണ്ട. ഓന് ഇക്കാനൊക്കെ തന്നെ ഇക്കന്നെ തട്ടണം, ഇക്കന്നെ തിന്നാൻ കൊടുക്കണം, ഇക്കന്നെ ബാത്റൂമിൽ കൊണ്ടുപോകണം, ഇക്കന്നെ ഇതെന്താ പറയുക ഇഞ്ചക്ഷൻ വെക്കുന്ന ഇക്കന്നെ വേണം, എല്ലാത്തിനും ഇക്ക വേണം. പക്ഷെ ഇപ്പോൾ എന്താ കളി, ഇക്ക ഇല്ല. ഞാൻ പെട്ടെന്നല്ല ഇപ്പോൾ എന്താ പറയുക ഒരു സപ്പോർട്ട് വേണം. എന്താ പറഞ്ഞെങ്കിൽ ഇപ്പോൾ ഉമ്മ കുറേ ഓനെ വിളിക്കും, പക്ഷെ ഓന് ഉമ്മാനൊക്കെ പോകുന്നില്ല. എൻ്റെ ഉമ്മ വന്ന് എൻ്റെ ഉമ്മാനേക്കും പോകുന്നില്ല. പിന്നെ എന്താ പറയല്, എൻ്റെ മടിമേനെ ചെമ്മും വിളിക്കുന്നു, ഓളയ്ക്കും പോകുന്നില്ല. പക്ഷെ ചെമ്മ ഇല്ലാതെ എനിക്ക് പറ്റുന്നുമില്ല കേട്ടാ. എന്ന് വെച്ചെങ്കിൽ കലമ്പാൻ വേണ്ടിയിട്ടെങ്കിൽ എനിക്ക് ബാണം. പിന്നെ അപ്പോഴത്തേക്ക് കുഞ്ഞ് ഉറങ്ങിയിട്ടുണ്ടായിന്, നല്ല പനി. അപ്പോൾ എഴുതി തന്നിട്ടുണ്ടായിന് കേട്ടോ ഗുളികക്കും ഇഞ്ചക്ഷനും വെച്ച്. പിന്നെ കുറച്ച് 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നോക്കുമ്പോഴത്തേ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ നല്ല പനിയും. അപ്പോഴത്തേക്ക് ഇഞ്ചക്ഷൻ വെച്ചിട്ടും കൊണ്ടിട്ട് അപ്പോൾ ടാബ്ലറ്റ് വെക്കാൻ വേണ്ടിയിട്ടും പിന്നെ വേറെ എന്തോ ഇഞ്ചക്ഷൻ എഴുതി തന്നിട്ടുണ്ടെങ്കിൽ അത് വാങ്ങാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. രാവിലെ ആയതുകൊണ്ട് തിരക്കുണ്ടായിട്ട് അങ്ങനെ. സോ എന്താ പറയലേ, വേഗം കിട്ടി. ഇല്ലെങ്കിൽ ഈ ഫാർമസിൻ്റെ മുമ്പിൽ നിൽക്കുന്നുണ്ടല്ലോ ഭയങ്കര ടാസ്ക് പിടിച്ചത് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് അതിന് വിടാത്തപ്പോൾ ഞാൻ ചെമ്മൂനയക്കും അങ്ങനെ ആക്കൽ. ഇതിൽ അതിന് ഉറങ്ങിയിട്ടുണ്ടായിന്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ എന്നെ പോയിട്ട് വേഗം വരാമെന്ന് വെച്ചെങ്കിൽ റൂമിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ടുണ്ടല്ലോ അത് പിടിക്കുന്നുണ്ടായിന്. പിന്നെ ഞാൻ മെയിന്ന് കിട്ടി. പിന്നെ ബില്ലാക്കാൻ വന്നിട്ടാ. പിന്നെ അങ്ങനെ നേരെ മുകളിൽ പോയി ടെൻഷനായിട്ടുണ്ടായിന്. എന്ന് വെച്ചെങ്കിൽ നല്ല പനിയല്ല, നമുക്ക് ഒന്നും തീരുന്നില്ല. കുറവായി എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് അങ്ങോട്ട് തിരിയുമ്പോഴത്തേക്ക് ഇതാപ്പിടി എന്ത് പനി. എനിക്ക് മടുത്തെന്ന് പറഞ്ഞെങ്കിലുണ്ടല്ലോ എനിക്ക് പറ്റുന്നില്ല. എനിക്ക് ഒരിക്കൽ തോന്നി എനിക്ക് ഉണ്ടായാൽ മതിയായിരുന്നു എന്ന്.
എന്താണെന്നറിയില്ല, അങ്ങനത്തെ ഒരു തോന്നൽ തോന്നിയിട്ടാ. പിന്നെ ഇതാ പനിയിൽ കിടക്കുന്നില്ല, ഇത് മേത്ത് വാങ്ങിയിട്ട് സിസ്റ്ററിന് കൊടുത്തിട്ടുണ്ടായിന് കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് സിസ്റ്റർ വന്നിട്ട് ടാബ്ലറ്റ് വെക്കാൻ വന്നിട്ടുണ്ടായിന്. അപ്പോഴത്തേക്ക് കുഞ്ഞിക്ക് നല്ല ഉറക്കും. പിന്നെ നോക്കുമ്പോഴത്തേക്ക് എന്താ പറയുക, ടാബ്ലറ്റ് വെച്ചിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നോക്കുമ്പോഴത്തേക്ക് ഇതാ 104 പനി. പിന്നെ സിസ്റ്റർ പറഞ്ഞ് ചൂടുവെള്ളത്തിൽ തുണിയിൽ ഫുള്ള് മേക്ക് ഒപ്പിച്ചിട്ട് ഇങ്ങനെ വെച്ച് നോക്ക്, അപ്പോൾ കുറച്ച് കുറവായിരിക്കുമെന്ന്. പക്ഷെ നല്ല ഉറക്കലുണ്ടായിരുന്നല്ല, ബക്കും മഞ്ഞണിച്ചിട്ട് കഷ്ടപ്പെട്ടിട്ട് ഉറക്കുന്നത്. പക്ഷെ എന്താ പറയുക, ഇങ്ങനെ ഓരോന്നും സിസ്റ്റർ വന്നിട്ട് ഗുളിക വെക്കുമ്പോൾ ഇഞ്ചക്ഷൻ വെക്കുമ്പോൾ അപ്പം തന്നെ അണിച്ചിട്ടാ. അപ്പോഴത്തേക്ക് എന്ത് പറയലേ, എനിക്ക് ഇങ്ങനെ വെള്ളം വെക്കുമ്പോണ്ടല്ല പറ്റുന്നേ ഇല്ല കേട്ടോ. ഇങ്ങനെ ഇടിച്ചിട്ട് ഇരിക്കുന്നതിനാണ് തല്ലാനല്ല ദേഷ്യം പിന്തിനേന്. കുറേ നേരം വെച്ച് കൂക്കെല്ലാം ചെയ്ത് അമ്മി തൊടല്ല അമ്മി, ഞാൻ അനിച്ച് ഉറങ്ങട്ടെന്ന് അറിഞ്ഞിട്ട്. പിന്നെ എന്താ പറയല്ലേ, കുറേ നേരം ഞാൻ ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ വെച്ചിട്ടാ. പക്ഷെ നല്ല ചൂടുവെള്ളം കൊണ്ടുവന്നിട്ടുണ്ടായത്, അതുകൊണ്ട് എനിക്ക് കുറച്ച് സമാധാനമായി. ഇങ്ങനെ തന്നെ ഫുള്ള് മേക്ക് ഫുള്ള് ഒപ്പിച്ചിട്ടാണ്. അതിനിടയിൽ സിസ്റ്റർ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചൂടുവെള്ളത്തിൽ തന്നെ വെച്ചോ, പച്ചവെള്ളത്തിൽ വെച്ചൊക്കെണ്ടെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ചൂടുവെള്ളത്തിൽ താഴെ പോയിട്ട് ചൂടുവെള്ളം കൊണ്ടുവന്നിട്ടുണ്ടായിന്. അവൻ ഉറങ്ങിയെങ്കിൽ എനിക്ക് അപ്പുറം ഇപ്പുറയും പോകാൻ പറ്റും. എണിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ അതിനെ തിരിയാൻ അറിയാൻ പോലും ഇതാക്കുന്നില്ല. പക്ഷെ ഇങ്ങനെ ഉറങ്ങിയിട്ട് കാണുമ്പോണ്ടല്ലോ ഭയങ്കരമായിട്ട് ബേജാറാണ് കേട്ടോ, ഭയങ്കര സങ്കടം തോന്നുന്നത്. പക്ഷേ ഇങ്ങനെ ഇല്ലെങ്കിൽ എന്നെ ആരും നിൽക്കാൻ വിടുന്നില്ല. ഓരോന്നും ഒപ്പിച്ചുകൊണ്ടുണ്ടാവും, എന്തെങ്കിലുമായിട്ട് ഒപ്പിച്ചിട്ടുണ്ടാവും. ഏതെങ്കിലും ഒരു പണിയെടുത്തോണ്ടുണ്ടാവും കേട്ടോ, കുറ്റക്കട കളിച്ചോണ്ടുണ്ടാവും. പിന്നെ എന്താ പറയല്, പിന്നെ കുറച്ച് നേരം ഉറങ്ങി ഞാൻ എന്തൊക്കെ രണ്ടാമത് നല്ല വാങ്ങിയത് ചൂടുവെള്ളം കൊണ്ടുവന്നിട്ട് വീണ്ടും വെച്ച് എന്താ പറയല്, ഞാനിങ്ങനെ ടവലെടുത്തിട്ട് ഫസ്റ്റ് ഇങ്ങനെ ടാപ്പാക്കി കോണുണ്ടായിന്. പിന്നെ അങ്ങനെ തന്നെ കുറച്ച് നേരം ഇങ്ങനെ വെള്ളത്തിൽ തന്നെ കടത്തിച്ചിട്ടാ. പിന്നെ ഒരു അരമണിക്കൂർ 1 മണിക്കൂർ കുഞ്ഞിക്ക് പനിയൊന്നും ഉണ്ടായിട്ടാ, നല്ല പാങ്ങിൽ ഉറങ്ങിയിട്ടാ. അപ്പോഴത്തേക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഒന്ന് എണിച്ച് ഞാൻ എന്തൊക്കെ അപ്പോഴത്തേക്ക് ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ടായിന്. അതിൻ്റെ തൊലിയെല്ലാം ഇങ്ങനെ ഒന്നും തിന്നിട്ടാ. ഒരു വസ്തു രാവിലെ തൊട്ട് ഇപ്പോൾ ഉച്ച 3 മണി അങ്ങനെ എന്തോ ആയി, 2 മണി അങ്ങനെ എന്തോ ആയി, ഒരു വസ്തു തിന്നിട്ടാ. പിന്നെ ഞാൻ എന്താ പറയല്, ആപ്പിളെല്ലാം ഇങ്ങനെ അതിൻ്റെ തൊലിയാണ് ശരിക്കും തിന്നേണ്ടത്, ഓന് തൊലി തിന്നുന്നില്ല കേട്ടാ. ഞാൻ എന്താക്കി മുകളിലത്തെല്ലാം തൊലിയെല്ലാം കളഞ്ഞിട്ട് ചെറിയ ചെറിയ കഷ്ണമാക്കിയിട്ട് പിടിച്ചു. അപ്പോൾ കാണാൻ എനിക്ക് ഒരു ക്യൂട്ടായിട്ട് തോന്നും, തിന്നാൻ ഇൻട്രസ്റ്റ് ആയി. അപ്പോൾ നല്ല പാങ്ങിൽ ഒരു ആപ്പിൾ തിന്നിട്ടാ. അപ്പം തന്നെ പകുതി സമാധാനം, എന്തെങ്കിലും ഒന്ന് വയറ്റിൽ പോയില്ലേന്ന്. പിന്നെ കുറേ കഴിഞ്ഞിട്ട് ഉമ്മ പള്ളിയിലത്തെ നെയ്ച്ചോറും ഇറച്ചിക്കറി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആഹാ മണം കാണും, കേൾക്കുമ്പോൾ കേൾക്കുന്നില്ല അല്ലേ, കാണുന്നില്ല, മണം ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ തിന്നും തന്നെ ഇല്ലത് അല്ലേ, പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ എന്താ പറയുക, എനിക്ക് കൊടുക്കാന്ന് പറയുമ്പോഴത്തേക്ക് അയ്യൻ തിന്നുന്നില്ല, ഓൻ ആപ്പിൾ തിന്നില്ല. അപ്പോൾ എൻ്റെ വയറ് ഒന്ന് കുറച്ച് പിന്നെ ഒന്നും നോക്കിയിട്ടാ കുറേ നേരം ഞാൻ കാണിച്ച്. പിന്നെ ഉറപ്പായി ചുമ്മുൻ്റെ ആർക്കെങ്കിലും ഒരു ബായോനെ എടുക്കുമെന്ന്. പിന്നെ അതാ തല പൊന്തിച്ചല്ലേ. പിന്നെ അമ്മി ഇതൊക്കെ ചുമയാ പനിയാ അമ്മി എല്ലാം ചോദിച്ചോണ്ടിട്ട് എഴുതുന്നില്ല കേട്ടാ. കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് ഒരു 5 മിനിറ്റ് കളിച്ചിട്ടുണ്ടാവും. പിന്നെ അതാ പനിയിൽ കിടന്നല്ലേ പറ്റുന്നുണ്ടായിട്ടാ. പിന്നെ ഒരു വൈകുന്നേരം ആകുമ്പോൾ കേട്ടോ അവൻ എണിച്ചത്, നല്ല പനി ഉണ്ടായി. ടാബ്ലറ്റ് എല്ലാം വെച്ചിട്ട് ആകുമ്പോഴത്തേക്ക് ഒരു വൈകുന്നേരം ആകുമ്പോൾ എണിച്ച് വയ്യ. ഉമ്മാൻ്റെയൊക്കെ ഇതിൽ കളിക്കുന്നില്ല എത്തിട്ടാ, ഇല്ലെങ്കിൽ ഫോൺ കാണിക്കുന്നേ ഇല്ല. ഉമ്മ ഇങ്ങനെ ആരും ഫോൺ കൊടുക്കില്ല, ജസ്റ്റ് ഉമ്മ നോക്കുമ്പോഴേക്കും എനിക്ക് കാണിക്കുന്നില്ല കേട്ടോ. അങ്ങനെയും കുറച്ച് ആക്റ്റീവ് ആവട്ടെന്ന് പറഞ്ഞിട്ട് കുറച്ച് നേരം നോക്കിയെങ്കിലും പിന്നെ ഇതാ കടന്ന് ഉമ്മനെ മടിമഞ്ഞ് ഇങ്ങനെ കിടക്കുന്നുണ്ടായിന് കേട്ടോ. കടിക്കുമ്പോൾ വിചാരിക്കും എങ്ങനെയെങ്കിലും ഓക്കെ ആയാൽ മതിയായിരുന്നു എന്ന് വെച്ചെങ്കിൽ. ഇങ്ങനെ അല്ലല്ല, ഇതിന് നേരെ ഒരടങ്ങിയിട്ട് ഇരിക്കില്ല. പിന്നെ ഏതെങ്കിലും കുഞ്ഞിനെ കണ്ടെങ്കിൽ ഒന്നും മുണ്ടാതിരിക്കില്ല കേട്ടോ. ഇപ്പം നമ്മൾ ഇങ്ങനെ പുറത്ത് കൊണ്ടെങ്കിൽ അപ്പുറത്തെ കുഞ്ഞിനെല്ലാം കണ്ടെങ്കിൽ ഒരണക്കുമില്ല, ഒന്നുമില്ല, മുണ്ടാതിരിക്കും. ഇല്ലെങ്കിൽ അവരെങ്ങനെ തോണ്ടാൻ പോകും. ഇപ്പോൾ നോക്കി മുണ്ടാതിരിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും അവൻ്റെ ക്യാൻഡിൽ ഇപ്പോൾ 2 ദിവസമായല്ല. സോ അതുകൊണ്ട് ചേഞ്ച് ആക്കാൻ ഡോക്ടർ രാവിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വൈകുന്നേരം ആകുമ്പോൾ ഇവർ ചേഞ്ച് ആക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് പാണ്ടെന്ന് തന്നെ, പിന്നെ കുറച്ച് നേരെ കയറിന് ഒറ്റൊന്ന് എല്ലാ പിള്ളമാരും ഉമ്മ എന്ന് വിളിക്കുമ്പോഴത്തേക്ക് ഓനെ ബാപ്പ മാത്രം. പിന്നെ കുത്തുന്നവരെ ചെറുങ്ങനെ കരഞ്ഞത് കേട്ടോ. പിന്നെ കുറച്ച് ഓക്കെ ആയി. പിന്നെ പേടിച്ചത് ഓന് എന്താ പറയുക, ഇഞ്ചക്ഷൻ വെക്കാനുണ്ടായിരുന്നല്ല, അത് കണ്ടിട്ടാകുമ്പോൾ പേടിച്ച്. മുങ്ങിയാന്ന് കുത്തുമ്പോഴല്ല ഇവർ തായിന്ന് ഐസിയിൽ കൊണ്ടുപോയിട്ടാ. എൻ്റെ അല്ലാ, എൻ്റെ കുഞ്ഞ് 1/2 മണിക്കൂറായിട്ട് അമ്മീന്ന് കരച്ചില്ല. അപ്പം മാത്രം എന്നെ വിളിച്ചിട്ട്. ഇപ്പം കുത്തുമ്പോഴല്ല പാപ്പാന്ന് മാത്രം. പക്ഷെ ഈടുന്ന അവർക്കുണ്ടല്ലോ ജസ്റ്റ് 5 മിനിറ്റ് മതിയേനു. ഒന്നാമത് അതിൻ്റെ അടുത്ത് ഞാൻ ഉണ്ടായത് കൊണ്ട് വലിയ സീൻ ഉണ്ടായിട്ടാ. ആടുന്നൊരു 1/2 മണിക്കൂറെല്ലാം കഴിഞ്ഞിന് കേട്ടാ.
അപ്പോൾ ഞാൻ വിചാരിച്ചു വെറുതെ അതിനുള്ളിൽ കുഞ്ഞിനെ കൊണ്ടുപോയിട്ട് അവർ കുത്തിയല്ലേ എന്ന് പറഞ്ഞിട്ട് ഇവർ ജസ്റ്റ് വന്ന് നരമ്പ് നോക്കി അപ്പോഴത്തേക്ക് ബാപ്പാന്ന് കരയുന്നുണ്ടായിന്. പിന്നെ എന്താ പറയല് എൻ്റെ മടിമേൽ സെറ്റായിട്ടാകുമ്പോഴത്തേക്ക് പക്ഷേ കോമഡി ഉണ്ടായത് അവരെ ചവിട്ടിയിട്ട് വെച്ചേക്കുന്നുണ്ടായിട്ടാട്ടോ. അപ്പോഴത്തേക്ക് ഉമ്മ ചൊമ്പ് രണ്ടാൾ കാലിനെ പിടിച്ച് രണ്ടാൾ കൈനെ പിടിച്ച് എന്തെല്ലാം ആക്കി ലാസ്റ്റ് കുത്തി. പക്ഷെ ആ സൂചി കാണുമ്പേ ഉണ്ടായത് ടെൻഷൻ ഉണ്ടായത് ഇങ്ങനെ എന്താ വെച്ചെങ്കിൽ മറ്റേ കൈക്കോണിക്ക് ഇഞ്ചക്ഷൻ വെക്കുമ്പോൾ ബ്ലോക്ക് ആയിട്ടുണ്ടായിന്. അപ്പോൾ നല്ല വേദന എടുക്കുന്നതന്നെ അതൊരു പേടിയിലുണ്ടല്ല. ഇപ്പോൾ ഇഞ്ചക്ഷൻ വെക്കുമ്പോൾ ഭയങ്കരമായിട്ട് കരയുന്നുണ്ടായിന് കേട്ടോ. പിന്നെ ഇതാ 2 കൈക്ക് 2 സൂചിൻ്റെ കേസ് ഇത് അവർക്ക് എടുക്കാൻ പറഞ്ഞത് അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എടുക്കാൻ വരാമെന്ന് പറഞ്ഞിട്ട് അവർ രാത്രി എടുത്തത് കേട്ടോ. അതുവരെ 2 കയ്യിൽ സൂചിയും വെച്ചിട്ട് കുറേ നേരം കളിച്ചു. 2 കയ്യിൽ സൂചി ഉണ്ടായത് കൊണ്ട് അടങ്ങിയിട്ടിരുന്ന ഇല്ല. പനി കുറച്ച് ഓക്കെ ആയല്ലേ എന്ന് വെച്ചെങ്കിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എനിക്ക് പനി ഉണ്ടായിന്. പിന്നെ വൈകുന്നേരം ഡോക്ടർ വന്നിട്ടുണ്ടായിന് കേട്ടോ. ഡോക്ടർ പറഞ്ഞ് ഇനി നാളെ വരെ നോക്കാം, പനി വന്നെങ്കിൽ കിടക്കേണ്ടി വരും, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ചാർജ് ആവാന്ന്. അപ്പോഴത്തേക്ക് ചെക്കനും ഓക്കെ ആയല്ല. അപ്പം മനസ്സിലുണ്ടായിനി പനി വരാതിരുന്നാൽ മതിയായിരുന്നു എന്ന് വെച്ചെങ്കിൽ പറ്റുന്നില്ല കേട്ടോ. ഇവിടെ ഹോസ്പിറ്റലിൽ കടിക്കുന്നത് ഒരു ടാസ്ക് എങ്കിൽ ഓനിക്ക് പനി വരുമ്പോൾ എനിക്ക് കാണുമ്പോൾ ഉണ്ടല്ലോ എൻ്റെ അല്ലാ. പിന്നെ പനി കുറച്ച് ഓക്കെ ആയി. പിന്നെ എനിക്കുണ്ടല്ല പൈക്കാൻ തുടങ്ങി. ഒരിക്കൽ ചോദിച്ചു. അപ്പോഴത്തേക്ക് ഉമ്മാൻ്റെ അവർ വരാനായിട്ടാണ്. പുറത്ത് നല്ല മഴയും. അപ്പോഴത്തേക്ക് ഉമ്മക്ക് വിളിച്ചാൽ ഉമ്മ എടുത്തിട്ട് അപ്പോൾ നമ്മൾ ചോദിച്ചു വരുന്നുണ്ടാവുമെന്ന്. അപ്പോഴത്തേക്ക് പൈച്ചിട്ട് ചെക്കൻ്റെ കുടൽ കത്തിയിട്ട് എന്ന് വെച്ചാൽ രാവിലെ തൊട്ടൊന്നും തിന്നിട്ടല്ല. ആകെ ഒരു ആപ്പിളിൻ്റെ കഷ്ണം തിന്നിന്. പിന്നെ എന്താ പറയുക ഫ്രൂട്ട്സ് ഉണ്ടായിന്, എന്ത് പേരൊക്കെ ഉണ്ടായിന്, അത് മുറിച്ചിട്ട് പിന്നെ അവനെ അങ്ങനെ കളിച്ചുകൊണ്ടിരുന്നിട്ട് തിന്നിട്ടാ. പിന്നെ അത് ഓനിക്ക് ഓക്കെ ആയിട്ടാ. അപ്പോഴത്തേക്ക് പിന്നെ ചെമ്മൂനെ ബാക്കിൽ നടന്നു. ചെമ്മൂ പൈക്കുന്നു ഇച്ചാക്ക് ചിക്കന് വേണം ചെമ്മൂ അന്നേരം പറഞ്ഞ് ചെമ്മൂനെ ബാക്കിലായിട്ടാ. പിന്നെ ചെമ്മൂ എന്താ പറയുക ഉമ്മ ഉച്ചത്തെ ചോറ് ഇടുന്നതിന് പിന്നെ നെയ്ച്ചോറുണ്ടായിന് കറി ചൂടാക്കിയിട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കറി എന്തെങ്കിലും അപ്പോൾ ചെമ്മൂന്നൊക്കെ കുറച്ച് അച്ചാറിട്ടിട്ട് ചോറ് എങ്ങനെയല്ലോ കുറച്ച് ഒപ്പിച്ചിട്ട് കൊടുക്കുന്നില്ല കേട്ടോ. അങ്ങനെയെങ്കിലും പോട്ടെന്ന് പറഞ്ഞിട്ട് പക്ഷെ ഓനിക്ക് ഒരു 2-3 ബായി തിന്ന്. പക്ഷെ കറി ഒന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് പറ്റിയിട്ടാ. അപ്പോഴത്തേക്ക് ഉമ്മ പായസം ചോറും എല്ലാം കൊണ്ടുവന്ന് നമ്മൾ നല്ല പങ്ങിയിൽ തിന്ന്. പിന്നെ അയനിതാ ഉറങ്ങിയിട്ടാ. ഉറങ്ങാൻ നിൽക്കുന്നില്ല, ഉറങ്ങി. അവർ പനി നോക്കാൻ പോകുന്നില്ലത്. സോ ഇനി നെക്സ്റ്റ് വ്ലോഗായിട്ട് കാണാം കേട്ടോ. ബായ്.